ഹേ എവരിവൺ, കേരള PSC റിസർച്ച് അസിസ്റ്റന്റിന്റെ ലീനിയർ ഓൾജിബ്രയിലെ ക്ലാസ്സുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സബ്സ്പേസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സബ്സ്പേസസിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് സംസ് ആൻഡ് ഡയറക്റ്റ് സംസ് എന്താണെന്ന് നോക്കാം. സപ്പോസ് U1, U2, etc. Um are subspace of V. The sum of U1, U2, etc. Um denoted by U1 plus U2 plus etc. up to Um is defined to be the set of all possible sums of elements of U1, U2, etc. up to Um. അതായത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ലീനിയർ സമ്മ് അല്ലെങ്കിൽ വെക്ടർ സ്പേസസിന്റെ സമ്മ് അല്ലെങ്കിൽ സബ്സ്പേസസിന്റെ സമ്മ് എന്താന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് M സബ്സ്പേസസ് തന്നിട്ടുണ്ട്. V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. ആ വെക്ടർ സ്പേസിന്റെ M സബ്സ്പേസസ് തന്നിട്ടുണ്ട്. ഇങ്ങനെ M സബ്സ്പേസസ് തന്നിട്ടുണ്ട്. U1, U2, etc. Um സബ്സ്പേസസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ ഈ സബ്സ്പേസസിന്റെ ഒക്കെ സമ്മ്, ഓക്കെ, ഇതെന്താ ഈ സമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡെഫിനേഷനിൽ പറയുന്നത് കേട്ടോ. അതായത് ഈ സബ്സ്പേസസിന്റെ സമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? U1 plus U2 plus etc. up to Um is defined to be the set of all possible sums of elements of U1, U2, etc. up to Um. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ U1ൽ കുറേ എലമെന്റ്സ് ഉണ്ടാവും അല്ലെ, U2ന്റെ കുറേ എലമെന്റ്സ് ഉണ്ടാവും, എക്സെട്ര അപ് ടു UMൽ കുറേ എലമെന്റ്സ് ഉണ്ടാവും. ഇങ്ങനെ M സബ്സ്പേസിലും ഇഷ്ടം പോലെ എലമെന്റ്സ് ഉണ്ടാവും. ഈ എലമെന്റ്സിന്റെ എല്ലാത്തിൻ്റെയും പോസിബിൾ സംസിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ എലമെന്റ്സിനെ കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് സം കണ്ടുപിടിക്കാൻ പറ്റുമോ അതിനെയാണ്, ആ ഒരു സമ്മിന്റെ കളക്ഷനെയാണ് നമ്മളെന്ന് പറയുന്നത് സം ഓഫ് സബ്സ്പേസസ് അല്ലെങ്കിൽ ലീനിയർ സം ഓഫ് സബ്സ്പേസസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, U1 plus U2 plus etc. up to Um equal to സെറ്റ്, ഇതൊക്കെ എലമെന്റ്സ് ആണ്, U1 plus U2 plus etc. up to Um where each UI belongs to capital UI. അതായത് ഈ ഒരു എലമെന്റ് എവിടെ കിടക്കുന്ന ആളാണ്? U1ലുള്ള ആളാണ്. ഈ ഒരു എലമെന്റ് എവിടെ കിടക്കുന്ന ആളാണ്? U2ലുള്ള ആളാണ്. അങ്ങനെ ഈ ഒരു എലമെന്റ് UMൽ കിടക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാ എലമെന്റ്സിന്റെയും കളക്ഷൻ എടുക്കുക, എല്ലാത്തിന്റെയും കളക്ഷൻ എടുക്കുക. അങ്ങനെ കിട്ടുന്ന ആ ഒരു കളക്ഷനുള്ള വലിയൊരു സെറ്റ് ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ സം ഓഫ് സബ്സ്പേസസ് ഓഫ് U1, U2, etc. up to Um. ഓക്കെ, പിന്നെ ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ഈ ഒരു കളക്ഷൻ ഉണ്ടല്ലോ, ഈ കളക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സബ്സ്പേസസ് ആയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ 0 എലമെന്റ് ഉണ്ടാവുമോ? 0 എലമെന്റ് ഉണ്ടാവൂല്ലേ? U1ൽ 0 ഇല്ലേ? ഉണ്ട്. U2ൽ 0 ഇല്ലേ? ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 അല്ലേ കിട്ടുക. അപ്പൊ ആ 0 എന്തിലുണ്ടാവും? ഈ കളക്ഷനിൽ ഉണ്ടാവില്ലേ? അപ്പോൾ 0 എലമെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതെല്ലാം സബ്സ്പേസസ് ആണ്. അവിടെ വെക്ടർ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും എന്തായാലും ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? U1 plus U2 plus etc. up to Um എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് V എന്ന് പറയാം. അപ്പൊ ഈ ലീനിയർ സം ഈസ് ഓൾവേസ് എ സബ്സ്പേസ് ഓഫ് V എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം എന്തിനു വേണ്ടി പറയുന്നു എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യമാണ് ഈ നോട്ടിലൂടെ പറയുന്നത്. അതായത് നമുക്കിനി ബേസിസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതെന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. U1 plus U2 plus etc. up to Um is the smallest subspace containing U1, U2, etc. up to Um. ഞാൻ പറഞ്ഞു V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട് അല്ലെ, അതിന് കുറേ സബ്സ്പേസസ് ഉണ്ട്, UM ആയിട്ടുള്ള കുറേ സബ്സ്പേസസ് ഉണ്ട്. ഈ എല്ലാ സബ്സ്പേസസിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ഈ എല്ലാ സബ്സ്പേസസിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സ്പേസ് ആണ് U1, U2, etc. U1 plus U2 plus etc. up to Um എന്ന് പറയുന്നത്. മനസ്സിലായോ? V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്, അതിന് M സബ്സ്പേസസ് ഉണ്ട്. ഈ M സബ്സ്പേസസിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് ആണ് അതിന്റെ ലീനിയർ സം U1 plus U2 plus etc. up to Um എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. U1 എന്ന് പറഞ്ഞാൽ ഞാൻ X ആക്സസ് എടുത്തു, ദാറ്റ് ഈസ് സബ്സ്പേസസ് ഓഫ് R2. ഇനി U2 എന്ന് പറഞ്ഞാൽ 0 Y ആക്സസ് എടുത്തു, സബ്സ്പേസസ് ഓഫ് R2. അത് രണ്ടും സബ്സ്പേസസ് ഓഫ് R2 ആണെന്ന് നമുക്കറിയാം അല്ലെ, സബ്സ്പേസ് ഓഫ് R2 ആണ്. ഇനി ഞാൻ ഇതിന്റെ ലീനിയർ സം ഒന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ലീനിയർ സം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് X ആക്സസിലെ എലമെന്റ്സിനെയും Y ആക്സസിലെ എലമെന്റ്സിന്റെ എല്ലാ എലമെന്റ്സിനെയും പോസിബിൾ കളക്ഷൻ എടുക്കുക എന്നല്ലേ അർത്ഥം. അതായത് അതിന്റെ സം കണ്ടുപിടിക്കുക, X ആക്സസിന്റെയും Y ആക്സസിലെ എലമെന്റ്സിനെ എടുത്തിട്ട് അതിന്റെ ഒക്കെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ പ്ലെയിനിലെ കംപ്ലീറ്റ് കോർഡിനേറ്റിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ? അതായത് നമുക്ക് കിട്ടണത് എന്താ? R2 എന്ന് പറയുന്ന സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ R2 എന്ന് പറയുന്ന ആള് ലീനിയർ സബ്സ്പേസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അതാണ് കാര്യം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഡയറക്റ്റ് സം എന്താണെന്നുള്ളതാണ്. അപ്പം ഈ ലീനിയർ സമ്മും ഡയറക്റ്റ് സമ്മും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് സം എന്താണെന്ന് പറയുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്നും പറയാനില്ല, കാരണം ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പം ഡയറക്റ്റ് സമ്മിൻ്റെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ,
a vector space V is said to be the direct sum of the subspaces u1, u2, etc. up to um, written V equal to u1 direct sum of u2 direct sum of etc. direct sum of um if each element of V can be written uniquely as a sum of u1 plus u2 plus etc. up to um where each uj belongs to uj. അതായത് ഇത് ലീനിയർ സമ്മിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ലീനിയർ സമ്മിൽ എന്താ പോസിബിൾ കളക്ഷൻ ഓഫ് സംസ് എടുത്താൽ മതി അല്ലേ. ഇവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. ഓക്കെ, വി വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് കുറേ സബ് സ്പേസസ് ഉണ്ട്. u1, u2 എക്സെട്ര അപ് ടു um എന്ന് പറയുന്ന കുറേ സബ് സ്പേസസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സബ് സ്പേസസിൻ്റെ ഒക്കെ ഡയറക്റ്റ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയിലെ ഒരു എലമെന്റ് എടുത്തു. ഞാൻ വിയിലെ ഒരു എലമെന്റ് എടുത്തു. വിയിലെ ഒരു എലമെന്റ് എടുത്തു. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. w എന്ന് പറയുന്ന ഒരു എലമെന്റ് വിയിലെടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ w എന്ന് പറയുന്ന എലമെന്റിനെ ഇതിലെ എലമെന്റ് പ്ലസ് ഇതിലെ എലമെന്റ് പ്ലസ് എക്സെട്ര അപ് ടു ഇതിലെ എലമെന്റ് അങ്ങനെ നമുക്ക് സമ്മായിട്ട് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റണം. അത് ഏത് വേയിൽ? ഒരൊറ്റ വേയിലേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, യുണീക്ലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. ആരെ? വിയിലെ ഏതൊരു എലമെന്റിനെയും നമുക്ക് u1 പ്ലസ് u2 പ്ലസ് എക്സെട്ര അപ് ടു umന്റെ യുണീക്ക് വേയിൽ റെപ്രസെന്റേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാം u1 ഡയറക്റ്റ് സം, u2 ഡയറക്റ്റ് സം എക്സെട്ര അപ് ടു um എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് സം ഓഫ് ദ സബ് സ്പേസസ് ആണെന്ന് പറയാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് ഇതിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഇവിടെ നോക്കുക നിങ്ങൾ, v ഈക്വൽ ടു എക്സ് വൈ 0 such that xy belongs to r, w equal to 0 0 z such that z belongs to r. അതായത് ഇവിടെ ഞാൻ എടുത്തത് എക്സ് വൈ പ്ലെയിൻ ആണ്. ഇവിടെ z ആക്സസും എടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ടിലെ എലമെന്റ്സിനെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആരെ കിട്ടും? എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കളക്ഷൻ കിട്ടും. അതായത് R3 എലമെന്റ്സിനെ തന്നെ കിട്ടും അല്ലേ. അതായത് എനിക്ക് വിന്റെയും ഡബ്ല്യുവിന്റെയും ഡയറക്റ്റ് സമായിട്ട് ആരെ എഴുതാൻ പറ്റും? R3 എഴുതാൻ പറ്റും. ഇനി ഇങ്ങനെയൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഒരു ചെറിയ കാര്യം മനസ്സിലാക്കി വെക്കുക. ലീനിയർ സമ്മിൽ നമുക്ക് ഒരു എലമെന്റിനെ ഇഷ്ടമുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് രീതികൾ, നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്നല്ല, ഒരുപാട് രീതികളിൽ നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഡയറക്റ്റ് സമ്മാണ് എടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് സമ്മില് നമുക്ക് ഒരു എലമെന്റിനെ ഡയറക്റ്റ് സം യൂസ് ചെയ്തിട്ട് യുണീക്ക് വേയിൽ മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഒരു എലമെന്റ്, രണ്ട് എലമെന്റ് അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഐഡന്റിറ്റി എലമെന്റിന്റെ റെപ്രസെന്റേഷൻ യുണീക്ക് ആണെന്ന് പറഞ്ഞാൽ മതി ഡയറക്റ്റ് സമ്മില്. എന്തായി പറയുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമുക്ക് 0 0 എന്ന് പറയുന്ന ആളുണ്ട്. ഓക്കെ, ഇത് R2ലുള്ള ആളാണ് അല്ലെ, നമ്മളുടെ ഐഡന്റിറ്റി എലമെന്റ് ആണ് R2ല്. ഈ R2നെ എനിക്ക് -1 0 പ്ലസ് 1 0 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഈ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇവിടെ ഒരു കാര്യം നോക്കുക നിങ്ങൾ, ഞാൻ R2 മാറ്റിയിട്ട് R3 ആക്കിയിട്ടുണ്ട്. R3യിലെ ഒരു എലമെന്റ് എടുത്തു 0 0 0 എന്ന് പറഞ്ഞു. എക്സ് എന്ന് പറയുന്ന ഒരു സബ് സ്പേസ് ഞാൻ എടുത്തിട്ടുണ്ട്, xy0 such that xy belongs to r. y എന്ന് പറയുന്ന വേറൊരു സബ് സ്പേസ് എടുത്തിട്ടുണ്ട് 0y0 such that xy belongs to r എന്ന്. ഇനി ഞാൻ പറയുന്നത് R3ന്റെ സബ് സ്പേസസ് ആണ് എക്സും വൈയും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയറക്റ്റ് സം ആണെങ്കിൽ R3യിലെ ഒരു എലമെന്റിനെ ഇത് യൂസ് ചെയ്തിട്ട് യുണീക്ക് വേയിൽ റെപ്രസെന്റ് ചെയ്യണം എന്നല്ലേ. അപ്പൊ ഞാൻ R3യിലെ ഒരു എലമെന്റ് എടുക്കുകയാണ്. 0 0 0 ആണ് ഞാൻ എടുക്കുന്നത്. ഐഡന്റിറ്റി എലമെന്റിന്റെ റെപ്രസെന്റേഷൻ യുണീക്ക് ആയാൽ മതി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഇതിനെ 0 0 0 പ്ലസ് 0 0 0 എന്ന് എഴുതാലോ. അപ്പൊ ഇയാള് എവിടെ വരണം? എക്സിൽ ഉണ്ടാവണം. ഈ ഒരു എലമെന്റ് വൈയിൽ ഉണ്ടാവണം. ഇത് സബ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ 0 0 0 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, ഇവിടെയും 0 0 0 എന്ന് പറയുന്ന എലമെന്റ്. ഇതൊരു വേയിലുള്ള റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. ഇനി അടുത്തത് 0 0 0. ഇനി ഇതിനെ എനിക്ക് 1 -1 0 എന്ന് എഴുതാലോ. 1 -1 0 എന്ന് പറയുന്ന എലമെന്റ് പ്ലസ് ഇവിടെ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ xy0 എന്ന് കൊടുത്ത ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു സബ് സ്പേസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കി. മൂന്നാമത്തെ എലമെന്റ് എന്താവണം? 0 ആവണം. അത് നിർബന്ധമാണ്. ഇവിടെ ഒന്നാമത്തെയും മൂന്നാമത്തെയും എലമെന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അത് നിർബന്ധമാണ്.
ബാക്കിയുള്ള എലമെന്റ് ഏത് വേണമെങ്കിലും വരാം, 0 വരാം, നോൺ സീറോ വരാം. ഇപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 - 1 0, അത് ഈ ഒരു ഫോർമാറ്റിൽ തന്നിരിക്കുന്നതല്ലേ. അപ്പൊ ഇത് എക്സിലെ എലമെന്റ് ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ഇത് 0 ആയിട്ട് തന്നെ എടുക്കണം. 0 - 1 0, ഇത് എക്സ് ഏത് വേണമെങ്കിലും ആവാം, കുഴപ്പമൊന്നുമില്ല. 0 - 1 0 എന്ന് എടുത്തു. ഈ 0/0 എന്നുള്ളതിനെ 0 1 0 എന്ന് എടുത്തു. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കുക നിങ്ങൾ, 0 + 0 0 ആണ്, -1 + 1 0 ആണ്, 0 + 0 0 ആണ്. അതായത് ഇത് 0 0ക്ക് ഇങ്ങനെയും എഴുതാം, 0 0 0നെ ഇങ്ങനെ എഴുതാം. അതായത് എക്സിലെയും വൈയിലെയും എലമെന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ആരെ എഴുതാൻ പറ്റും, 0 0 0നെ എഴുതാൻ പറ്റും. അതായത് യുണീക്ക് വേയിലല്ലാത്ത റെപ്രസെന്റേഷൻ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, എക്സ് ഡയറക്റ്റ് സം വൈ എന്ന് പറയുന്നത് ആരാണെന്ന് പറയാൻ പറ്റില്ല, R3 ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, R3 cannot be written like this. R3 is not equal to x direct sum y എന്ന്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. അതായത് അത്രയേ ഉള്ളൂ. നമുക്കതിനെ യുണീക്ക് വേയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഡയറക്റ്റ് സം അല്ല. അങ്ങനെ യുണീക്ക് വേയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഡയറക്റ്റ് സം ആണ്. ഇപ്പം ഇവിടെ നോക്കുക, നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതിൽ ഞാൻ വി എന്ന് പറയുന്ന ആളെ 0 0 0 എന്നും ഇവിടെ 0 0 0 എന്നും മാത്രമേ എനിക്ക് 0നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ മാറ്റി എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് വേറൊരു രീതിയിലും 0 0 0 എന്ന് പറയുന്ന എലമെന്റിന്റെ റെപ്രസെന്റേഷൻ വരില്ല. വി പ്ലസ് ഡബ്ല്യു, വിയിൽ ഒരു എലമെന്റ് ഡബ്ല്യൂയിലെ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 0 എന്ന് പറയുന്ന ആളെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, 0 0 0 പ്ലസ് 0 0 0 എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇത് വിയിലെ, ഇത് ഡബ്ല്യൂയിലെ. അതല്ലാത്ത ഒരു രീതിയിലും എനിക്ക് ഇതിനെ എഴുതാൻ പറ്റില്ല. സോ R3 ക്യാൻ ബി റിട്ടൺ ആസ് വി ഡയറക്റ്റ് സം W എന്ന് എഴുതാൻ പറ്റും. പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയോന്ന് അറിയില്ല. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഈ ഒരു കാര്യമാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്, അല്ലാതെ വേറൊരു സംഭവ ബഹുലമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഇത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലെറ്റ് U and W be a subspace of a vector space V, then V equal to U direct sum W if and only. First condition V equal to U plus W, second condition W intersection U equal to 0. അതായത് ഒരു വെക്ടർ സ്പേസിന്റെ 2 സബ് സ്പേസസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കട്ടോ. 3 എണ്ണമല്ല, ഞാൻ ഇവിടെ പറയണു 2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, 2 എണ്ണമേ ഉള്ളൂ എന്നുള്ളത്. ഒരു വെക്ടർ സ്പേസിന് 2 സബ് സ്പേസസ് ഉണ്ട്, W എന്ന് പറഞ്ഞത്. ഇതിനെ നമുക്ക് ഡയറക്റ്റ് സം ആയിട്ട് എഴുതണമെങ്കിലുള്ള കണ്ടീഷൻ V ഈക്വൽ ടു U ഡയറക്റ്റ് സം W എന്ന് എഴുതണമെങ്കിലുള്ള കണ്ടീഷൻ ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ്. V ഈക്വൽ ടു U ഡയറക്റ്റ് സം ഓഫ് ലീനിയർ സം ഓഫ് U ആൻഡ് W ആയിരിക്കണം. അതുപോലെ W ഇന്റർസെക്ഷൻ U എന്ന് പറയുന്നതിന് കോമൺ എലമെന്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡയറക്റ്റ് സമ്മിലും ഇതിലൊക്കെ പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. ഇതിൽ പ്രോബ്ലംസ് വരുന്നത് കുറച്ച് കുറവാണ്, വല്ലാത്ത രീതിയിൽ ചോദിക്കാറില്ല. ഇത് 2 എണ്ണത്തിന് മാത്രമേ ശരിയാവുള്ളൂ കേട്ടോ, 3 എണ്ണത്തിന് ശരിയാവില്ല. അത് ഓർത്തു വെക്കണം. കാരണം 3 എണ്ണത്തിന് ശരിയാവാത്തതിന് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകണില്ല. ഇനി നമുക്ക് സ്പാനും അതുപോലെ തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻസും ലീനിയർലി ഡിപെൻഡൻസും ബേസിസ് ഡയമെൻഷനൊക്കെ പറയാനുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെക്ഷനിൽ. അപ്പോൾ അതുകൂടെ പറയാം നമുക്ക്. ഓക്കെ, താങ്ക് യു.